എന്താണ് താങ്കളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ താങ്കളുടെ കൈ പോകുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ കൈ വെട്ടുന്നതിന് മുമ്പുള്ള ലൈഫും ഇപ്പോഴത്തെ ഒരു ലൈഫും എങ്ങനെ കമ്പയർ ചെയ്യുന്നു? ചോദ്യപേപ്പർ വിവാദം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഒരു പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. അത് സുപ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ? അത് രണ്ട് രീതിയിലും ഉണ്ടാവും. ചിലർ നല്ലതായിട്ട് വിചാരിക്കുന്നുണ്ട്, ചിലർ മോശമായിട്ടും കരുതുന്നവരുണ്ടാവും. ഏതായാലും അതിനു മുമ്പ് ഞാൻ സാധാരണ ഒരു അധ്യാപകനായിട്ട്, ഒരു സഹൃദയനായിട്ട്, സാഹിത്യാസ്വാദകനായിട്ട്, സാഹിത്യ അധ്യാപകനായിട്ടൊക്കെ അങ്ങനെ സ്വച്ഛന്തമായൊരു ജീവിതം നയിച്ചു വരവെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. സാഹിത്യത്തോടുള്ള ഒരു കമ്പം കൊണ്ടാണ് ഞാൻ മലയാള സാഹിത്യം ഐച്ഛികമായിട്ടെടുത്ത് പഠിക്കുകയും പിന്നീട് ഒരു സാഹിത്യകാരനൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സാഹിത്യം പഠിപ്പിച്ച് തൃപ്തിപ്പെട്ട് അങ്ങനെ ഒതുങ്ങി കൂടി ലളിത ജീവിതം നയിച്ച് വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടി എൻ്റെ ജീവിതത്തിന് വേറൊരു മാനം വന്നു. അപ്പോൾ എന്നെ കേൾക്കാൻ ആളുകൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള അവസരവും അത് കേൾക്കാനുള്ള ആളുകളും ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ജീവിതത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു നിയോഗമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആ പറച്ചിൽ കൊണ്ട്, എഴുത്തുകൊണ്ട് ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ആണ് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ആ ഒരു ഇൻസിഡൻറ്റ്, ഒരു ആക്സിഡൻറ്റ് നല്ലതായിരുന്നു എന്നാണോ? നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അത് സംഭവിച്ചതാണ്. അപ്പോൾ അതിലെനിക്ക് ഖേദമൊന്നുമില്ല. സംഭവിക്കുന്നതിൽ ഒന്നും അത് ഒഴിവാക്കാനാവില്ല. ജീവിതം അങ്ങനെ സന്തോഷം മാത്രം സംഭവിക്കുന്നൊരു സംഗതിയല്ല എന്ന് എനിക്ക് പണ്ടേ അറിയുള്ളതാണ്. അതായത് ജീവിതത്തിൽ കൂടുതൽ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാവും. അല്ല, ഈ ഒരു കൈവിട്ടുന്നതിന് മുമ്പുള്ള ലൈഫാണോ ഈ ലൈഫാണോ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുള്ളത്? അത് അങ്ങനെ വിച്ഛേദിച്ച് പറയാൻ പറ്റില്ല. അത് അന്ന് ഞാനിങ്ങനെ സാധാരണ ഒരു അധ്യാപകനായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് രസിച്ച് നല്ല ശാന്തമായിട്ട് കുടുംബജീവിതമൊക്കെ നയിച്ച് അങ്ങനെ ഒരു ജീവിതം ആസ്വദിച്ച് തന്നെ, ആ രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് അതുവരെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പ്രതിസന്ധികൾ വന്നു, അതിനെയൊക്കെ തരണം ചെയ്യുമ്പോഴും ഞാൻ അത് ആസ്വദിച്ച് തന്നെയാണ്. അതായത് ഒരു പോരാളിയെപ്പോലെ, ഒരു പോരാളിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു ഭടനെ സംബന്ധിച്ചും യുദ്ധമൊക്കെ അവർക്ക് ഒരു ഹരം തന്നെയാണ്. യുദ്ധം വരുന്നതൊക്കെ അവർക്ക് ആസ്വദിച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ പ്രതിസന്ധികളൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സങ്കടമോ അല്ലെങ്കിൽ സങ്കടമൊന്നുമില്ല. എന്ത് ദുരിതം സംഭവിച്ചാലും അതിലൊന്നും എനിക്ക് സങ്കടമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ എനിക്കുള്ളത് കൊണ്ടാണ്, അങ്ങനെയുള്ളൊരു മനോഭാവം എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കത് വന്ന് ഭവിച്ചതെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അങ്ങനൊരു ക്വസ്റ്റ്യൻ താങ്കൾ എഴുതിയല്ലോ പ്രവാചകനെ കുറിച്ച്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് വേണ്ടായിരുന്നു, അത് മോശമായിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രവാചകനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു ചോദ്യം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു കഥാപാത്രത്തിന് ഒരു മുഹമ്മദ് എന്നുള്ളൊരു പേരിട്ടത് മാത്രമേ ഉള്ളൂ. അതൊരു മുസ്ലിം കഥാപാത്രമായതുകൊണ്ട്, അങ്ങനത്തെ ഭാഷ സംസാരിക്കുന്ന ആളായതുകൊണ്ട്, അതിന് പേരില്ലാത്ത ഭ്രാന്തൻ എന്ന പേരിൽ ഗ്രന്ഥത്തിലുണ്ടായിരുന്ന ഒരു ഡയലോഗിന് അല്ലെങ്കിൽ ഒരിക്കലും പ്രവാചകനല്ല താങ്കൾ എഴുതി ചേർത്തതല്ലേ? പ്രവാചകൻ്റെ പേര് അതിനകത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ ഒരു ഇസ്ലാം മതത്തിലുള്ള ഒരു ആളുടെ പേരാണ്. ഈ ലോകത്തുള്ള ഏറ്റവും കൂടുതലുള്ള നാമം അത് തന്നെയാണ്, മുഹമ്മദ് എന്നുള്ളതാണ്. വ്യക്തിനാമങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് താങ്കൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു മുസ്ലിം പേര് ആ ക്യാരക്ടർക്ക് വേണമെന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് മുഹമ്മദ് എന്നുള്ള പേരാണ്. അത് സർവ്വസാധാരണമായതുകൊണ്ടും എനിക്ക് പരിചയമുള്ള, എനിക്ക് ബഹുമാനമുള്ള പല മുഹമ്മദ്മാർ ഉള്ളതുകൊണ്ടും, മുഹമ്മദ് റാഫി, വൈക്കം മുഹമ്മദ് ബഷീർ, KT മുഹമ്മദ് നാടകർത്ത്, അവരെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ടും ആ പേര് എനിക്ക് വളരെ ഏറ്റവും ഒരു മുസ്ലിം പേര് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് എന്നാണ് എല്ലാവർക്കും വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിനാമമാണ്. അങ്ങനെ അല്ലാതെ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രവാചകനെ കുറിക്കുകയുള്ളൂ. ശബ്ദധാരാവലിലൊക്കെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതാചാര്യൻ എന്ന അർത്ഥം കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് എന്നുള്ളൊരു വ്യക്തിനാമം എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ മുഹമ്മദ് നബിയാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ബഹളം ഉണ്ടാക്കിയതിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച അങ്ങനല്ല,
അല്ല, അയ്യപ്പനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പോക്സോ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞു അയ്യപ്പനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു കഴിഞ്ഞാലേ അത് ശബരിമല അയ്യപ്പനെ കളിയാക്കാൻ വേണ്ടി എഴുതുകയാണെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ രാമൻ കൃഷ്ണൻ എന്നൊക്കെ നമ്മൾ സാധാരണ വ്യാകരണത്തിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ ആളുകൾക്ക് ഈ ദൈവങ്ങളുടെയും പ്രവാചകന്മാരുടെയൊക്കെ പേരിടുന്നുകൊണ്ടുണ്ടാകുന്നൊരു കുഴപ്പമാണ്. ഒന്നെങ്കിൽ പിന്നെ ഈ പേരൊന്നും മനുഷ്യർക്ക് ഇടരുത്. ഇങ്ങനെ പറയുന്ന ആരാധനാമൂർത്തികളുടെ പേരൊന്നും ദൈവങ്ങളുടെ പേരൊന്നും അല്ലെങ്കിൽ വിശുദ്ധരാണെന്ന് സങ്കല്പിക്കപ്പെടുന്നവരുടെ പേരൊന്നും സാധാരണ മനുഷ്യർക്ക് ഇടരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ പേരെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു തെറ്റുണ്ടെന്ന് പറയാൻ പറ്റും. ഇത് ദേവന്മാരുടെയും പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും എല്ലാം പേരുകൾ മനുഷ്യർക്ക് ഇട്ടിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ വിഷമം കൊള്ളുകയും അങ്ങനെ കലാപത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നത് അത് വേറെ ലാക്കുണ്ടായിട്ടാണ്, അല്ലാതെ അവരുടെ പിന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചത് കൊണ്ടൊന്നുമല്ല. താങ്കൾ വിശ്വാസിയാണോ? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ ഉള്ള വിശ്വാസമാണ് എനിക്ക്? അതായത് മതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഇല്ലാത്ത ഒരു സംഗതിയാണ്. രാജ്യത്തിന് മതമില്ല എന്നാണ് മതേതര രാജ്യം എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മതം വേണമെങ്കിൽ ആളുകൾക്ക് ഫോളോ ചെയ്യാം, ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ നിൽക്കാം, അതിന് രാഷ്ട്രം എതിരല്ല. പക്ഷേ അതൊക്കെ രഹസ്യമായിട്ടിരിക്കണം, അത് വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കണം. പരസ്യമായിട്ട് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഒന്നും വേരുകൾ കടന്നു ചെല്ലരുത്. അതുകൊണ്ട് എനിക്കുള്ള മതവിശ്വാസത്തെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. മതത്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ എഴുതാറില്ല. മതം എങ്ങനെ ചോദ്യത്തിൽ, അതായത് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്രിസ്ത്യൻ മതം നല്ലതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പൊലിപ്പിച്ചൊക്കെ എഴുതി സാഹിത്യങ്ങൾ എഴുതാറുണ്ടോ? ഇല്ലില്ല, ഒരു മതത്തെക്കുറിച്ച് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ലല്ലോ. ഇല്ലില്ല, ഒരു മതവും പിന്നെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തന്നെ. അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയത് എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ഞാൻ മുസ്ലിം ആകുമായിരുന്നു. ഒരു ഹിന്ദു ഭവനത്തിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആവുമായിരുന്നു. അത്രേ ഉള്ളൂ. അത് എൻ്റെ ഒരു സംസ്കാരമായിട്ട് ഒരു പാരമ്പര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഒരു രീതിക്ക് പിന്നെ അവർ എന്നെ മാമോദിസ നോക്കി ക്രിസ്ത്യാനാക്കി ജോസഫ് എന്നുള്ള പേരൊക്കെ ഇട്ടു, അങ്ങനെ വളർത്തി. അങ്ങനെ അല്ലാതെ എനിക്ക് ചിന്താശേഷി വന്നപ്പോൾ മുതൽ ഇതെല്ലാം ഒരുപോലെയാണ്, ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയും അങ്ങനെ ഒരു മതേതര സ്വഭാവം ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ അധ്യാപക വൃത്തിയിലുമൊക്കെ ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ഇപ്പോഴും, അതിനൊന്നും ഒരു മാറ്റമൊന്നുമില്ല. ശരി, എങ്ങനെയായിരുന്നു പാർട്ടികളുടെ സമീപനം താങ്കളുടെ ഒരു പ്രശ്നത്തിൽ? എനിക്കൊന്ന് BJPക്ക് കുറേ താങ്കളെ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്ക് പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഒരു മാനവികതയുടെ ഒരാളായതുകൊണ്ടും സഹോദര സ്നേഹം അല്ലെങ്കിൽ സമത്വമൊക്കെ ഉള്ളതുകൊണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ ആകർഷണമായി. പക്ഷേ വലിയ സജീവ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികനെ പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ ആദർശം പേറുന്ന ഒരു മനസ്സായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴതിന് അല്പമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കുക വയ്യ. കാരണം അവരുടെ ആദർശം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നെ ഓരോ പാർട്ടികളും അതിനനുസരിച്ചിട്ടൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപജയിച്ചതുപോലെ കോൺഗ്രസ് ഒരു കാലത്ത് നല്ല ആദർശങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നതുകൊണ്ട് ആദർശങ്ങളൊക്കെ ഒരു കാലത്ത് ഇപ്പം പിന്നെ മേലേക്കടയിലുള്ളവരെ ഇങ്ങനെ അധികാരമൊക്കെ ആയിരുന്നു കൈയാളുന്നതെങ്കിലും താഴെയുള്ള സാധാരണക്കാരൊക്കെ മനസ്സിലൊരു ആദർശത്തിൻ്റെ തിരി കൊണ്ടു നടന്നവരാണ്, ഒരു തെളിച്ചം കെടാതെ കൊണ്ടു നടന്നവരാണ്. ഇപ്പം സാധാരണക്കാരുടെ ഉള്ളിലും അത് കെട്ട് വരികയാണ്. അങ്ങനെ കെട്ടുപോകാൻ കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളായിരിക്കും അല്ലേ, സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. അതിപ്പം ജനാധിപത്യത്തിൽ പല അടവുകളും ആളുകളെ മണ്ടന്മാരാക്കിയും എങ്ങനെയും വോട്ട് പിടിക്കുക എന്നുള്ള ഒരു അടവ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ആദർശം ഒന്നുമല്ല, ഒരു സമത്വം അതുപോലെയുള്ള ആശയങ്ങളെയൊക്കെ വിട്ടിട്ട് ഒരു അധികാരം പിന്നെ ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ നിലയിലേക്ക് എല്ലാം മാറിപ്പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നീതിബോധം നമ്മുടെ ആളുകൾക്ക് നേതാക്കന്മാർക്ക് ഒരു പാർട്ടിയുടേതെന്നല്ല എല്ലാ പാർട്ടിയുടേതും കൈമോശം വന്നു പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള അപജയം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വർഗീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഈ ഭിന്നത ഉണ്ടാവുകയും അതിപ്പോൾ ഇങ്ങനെ മൂർച്ഛിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും വർഗീയത ഇവിടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ വർഗീയമായ ഒരു പ്രശ്നം എത്ര ഊതിപ്പെരുപ്പിച്ചാലും അത് കെട്ടടങ്ങി പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അത് മലയാളികളുടെ ഒരു ക്വാളിറ്റിയാണോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ? അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ വെറുതെ നമ്മളെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ സ്വയം അഭിമാനിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. 100 കൊല്ലം മുമ്പ് 1921 ഇവിടെ മാപ്പിള ലഹള നടന്നില്ലേ? ഇവിടെ ഒരു മലബാറിൽ ഒരു മുസ്ലിം രാഷ്ട്രം താലിബാൻ പോലെയുള്ള ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചതെന്ന്. അതുപോലെ തന്നെ മാപ്പിള ലഹളയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വൈക്കം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നടന്ന ഒരു വർഗീയ കലാപമായിരുന്നു അത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരൊക്കെ ചിലരതിന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ കാര്യത്തിൽ ഉണ്ട് താനും. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്ന് വന്ന വലിയ ഒരു വർഗീയ കലാപമായിട്ടാണ് ഞാനതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പല വഴി നടക്കാൻ സാധാരണക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നു. 100 കൊല്ലം എന്നൊക്കെ പറയുന്നത് വളരെ കാലം മുമ്പൊന്നുമല്ല. പറഞ്ഞ വിഷയത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം കേട്ടോ. ഒരു വർഗീയ കലാപമായതെന്ന് പറഞ്ഞാൽ അല്ലേ, അതിനെങ്ങനെ അത് അങ്ങനെ സമരകാലത്ത് അവര് ബ്രിട്ടീഷ് പട്ടാളക്കാരെ വെടിയേറ്റ് മരിച്ച എത്ര നേതാക്കന്മാരുണ്ട്. അവരെ കലാപകാരികളെല്ലാം നശിപ്പിക്കുകയും തുറങ്കിലടക്കുകയും ഒക്കെ ചെയ്തു. രാജ്യത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാനായിരുന്നു അങ്ങനെ ഒരു ശ്രമം അവരുടെ. അത് അവർ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ചരിത്ര ബോധത്തിൽ നിന്ന്. ആളുകളാണല്ലോ. അതെ, അതിനെ അവരൊക്കെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അത് വർഗീയ കലാപമായിട്ടാണ് പരിണമിച്ചത്. അതിനെക്കുറിച്ച് ഗാന്ധിജിയൊക്കെ പോലും അങ്ങനെ തന്നെയാണ് അവസാനം പറഞ്ഞത്. ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ തുടങ്ങി വെച്ച ഗാന്ധിജി തന്നെ അവസാനം ഇത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല മുന്നോട്ട് പോയതെന്ന് വിചാരിക്കുകയും പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തോതനുസരിച്ച് ഈ ചരിത്ര സംഭവത്തെ വ്യാഖ്യാനം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ചിലർ പറയും ഇത് ഒരു എന്താണ് വർഗസമരമായിരുന്നു, മുതലാളി വർഗത്തോടുള്ള തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമായിരുന്നു. അത് ആരെഴുതി വെച്ച ചരിത്രമാണ്. ആ ചരിത്രമൊക്കെയാണ് ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം എഴുതപ്പെട്ട ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം. അപ്പോൾ അതിലൊക്കെ നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തുകയും പഠിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. നമ്മൾ ചരിത്രം ഞാനല്ലല്ലോ അങ്ങനെ പറയുന്നത്. എത്രയോ പേരുണ്ട്. ഞാനത് 3 വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരമാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വർഗസമരമാണ്. അടിമകൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ കുടിയാന്മാർ മുതലാളി ജന്മി വർഗത്തോട് നടത്തിയ ഒരു പ്രതിഷേധ സമരമാണ്, ഒരു വർഗസമരമാണ്. പിന്നെ ഇത് വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള, വർഗീയം എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം മതത്തിലുള്ള ആളുകൾ അവരുടെ രാജ്യം തുർക്കിയിലെ പോലെ ഒരു രാജ്യം സ്ഥാപിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ കലാപം ചെയ്തത്. അങ്ങനെയാണ് ആ കലാപത്തിലേക്ക് വന്നത്. എനിക്ക് കൂടുതലും ഞാൻ പറഞ്ഞത് ഇതൊരു വർഗീയ കലാപം അല്ലെങ്കിൽ മതപരമായ കലാപം അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ തോന്നൽ. വിശ്വാസത്തിന് പ്രശ്നമില്ല ഇവിടെ. ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആ കലാപത്തിൻ്റെ മുൻതൂക്കം ഈ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ ശരിയാണ്. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചുണ്ടായ ഒരു കലാപമായതുകൊണ്ടും അത് ബ്രിട്ടീഷുകാർ അന്ന് ഭരിച്ചതുകൊണ്ടും ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്തതുകൊണ്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയൊരു സമരമാണ്. അത് ശരിയാണ്. പക്ഷേ അവർ സ്വാതന്ത്ര്യം നേടുന്നത് ഇവിടെ ജനാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടല്ല. ഇവിടെ ഖലീഫയെ പോലെ ഇവിടെ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് കൊല്ലപ്പെട്ടതെല്ലാം ജന്മിമാരാണ്. അപ്പോൾ അവിടുത്തെ കുടിയന്മാരൊക്കെ ജന്മിമാർക്കെതിരെ ഒരു സമരമാണെന്ന് പറഞ്ഞാലും അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് ഒരു മതം പ്രധാനമായിട്ടും അവരുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കലാപമാണ് എന്നാണ് എൻ്റെ ഒരു അറിവും പരിജ്ഞാനമൊക്കെ വെച്ച് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ശരി, എന്തൊക്കെയാണ് താങ്കളുടെ പുതിയ പ്രോജക്റ്റുകൾ? ഞാനിപ്പോൾ ഇങ്ങനെ വിശ്രമ ജീവിതത്തിലാണ്. എഴുതും, എന്തെങ്കിലുമൊക്കെ വായിക്കും, കൂടുതലായിട്ട് വായിക്കും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുണ്ട്. എൻ്റെ എഴുത്തും അതുപോലെ തന്നെ സംസാരവുമൊക്കെ ഒരിക്കലും ഈ രാജ്യത്തിനോ ഈ രാജ്യത്തിലെ ജനതയ്ക്കോ
ഒരിക്കലും ഒരു വിഭാഗീയത ഉണ്ടാകാൻ ഇടയാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാനവികത, സാഹോദര്യം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് താങ്കൾ കുറേയൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ടല്ലേ? അതെ, പറയാനുള്ളൊരു പ്രശ്നങ്ങൾ ഇതേപോലെ ഇനി ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഇല്ല, എനിക്ക് അങ്ങനത്തെ പേടിച്ചല്ല ഞാൻ ഒളിച്ചു വെക്കുന്നത്. എനിക്ക് പിന്നെ ഈ പറയുന്ന തീവ്രവാദം കൊണ്ട് എതിരിടുന്ന ഒരു സംഭവത്തോടെ എനിക്ക് യോജിപ്പില്ല. അത് പിന്നെ ഗോത്രവർഗ്ഗക്കാരുടെ പണ്ടത്തെ രീതിക്കുള്ള ഒരു പ്രതികാര ബുദ്ധി തന്നെയാണ്. നമ്മൾ സാധാരണ അങ്ങനെയൊക്കെയാണ് പ്രതികാരം ചെയ്യാനാണ് എപ്പോഴും നമ്മൾ ശീലിക്കപ്പെടുന്നത്. നമ്മുടെ ഏത് സിനിമയാണേലും പ്രതികാരം ചെയ്യലാണ് അവസാനിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പോലും അങ്ങനെയാണ്. ക്ഷമിക്കാനും പിന്നെ അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ എപ്പോഴും നമ്മൾ പ്രതികാരം, അതായത് ഒരു ഗോത്രവർഗ്ഗ സ്വഭാവം, നമ്മളെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് വൈരാഗ്യമുള്ളവരോട് ആ വൈരാഗ്യം തീർക്കുക, വൈരനിര്യാതന ബുദ്ധിയിൽ വളരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, അവരെയും അതിന് പിന്നെ പ്രചോദിതരാക്കുക. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അടി കൊള്ളാതെ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടിക്കുന്ന ആളോട് അതിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് മറുകാരണം ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനും സാധാരണ ആദ്യം അടിച്ചാൽ തടയുകയായിരിക്കും ചെയ്യുന്നത്. തടയുകയാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. ആദ്യം വരുന്ന അടി തടയുക നമ്മൾ ശ്രമിക്കുക, പ്രതിരോധിക്കുക. പിന്നെ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ബാധ്യതയൊക്കെ നമുക്കുള്ളത് കൊണ്ടും നമ്മുടെ ശരീരം രക്ഷിക്കാനുള്ള ബാധ്യത ഉള്ളതുകൊണ്ടും അത് നമ്മൾ അങ്ങനെ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ നമ്മൾ അത് അറിയാതെ ചെയ്യും. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഒരിക്കലും ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല.